നമസ്കാരം. കോഴിക്കോട് പന്തീരങ്കാവ് ഭർതൃപീഡന കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. അതിനിടെ ഭർതൃ വീട്ടിലെ ക്രൂരത യുവതി 24നോട് വെളിപ്പെടുത്തി. മലപ്പുറത്തിന് പിന്നാലെ എറണാകുളത്തും മഞ്ഞപ്പിത്ത ആശങ്ക പടരുന്നു എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. വെങ്ങൂരിലെ 180 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഒപ്പം ഇന്നത്തെ മറ്റൊരു വാർത്ത മിൽമ തിരുവനന്തപുരം മേഖലയിലെ സമരത്തെ തുടർന്ന് പാൽ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകൾ. പ്രേക്ഷകർക്ക് സ്വാഗതം. പന്തീരാങ്കാവിലെ ഭർതൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ 24നോട് തുറന്നു പറഞ്ഞ നവവധു കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഈ പെൺകുട്ടി പറയുന്നു. പ്രതി രാഹുൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് സംശയമുണ്ടെന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മ എന്നോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ വെച്ചിട്ട് കിച്ചണിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള പേരിൽ എന്നോട് ഉള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അമ്മയും മകനും ചേർന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് രാഹുലിനോട് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അപ്പോൾ നീ അത് തൽക്കാലത്തേക്ക് നീ അത് അറിയണ്ട എന്നുള്ള രീതിയിലാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. മർദ്ദിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതും എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ അതെപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ 3 സൈഡിൽ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിൽ ഇടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു, പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. അന്ന് തന്നെ നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പാരൻസ് വന്നിട്ട് എന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ കോഴിക്കോട് തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഞാൻ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അവിടെയും പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞതൊന്നും അതിൽ അവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പരാതിയുമായി ചെന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചിട്ടില്ലെന്നും യുവതിയുടെ അമ്മയും പറയുന്നു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർക്കെല്ലാം കൃത്യമായി മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതുപോലെയല്ല ചെല്ലണത്, ഒരു ഭീകരാവസ്ഥയാണ്. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ പന്തീരാങ്കാവ് പോലീസ് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഏതൊരാൾക്കും, ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യന് നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. അപ്പം CAക്ക് എങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും CA തുടങ്ങി അടിവരെയുള്ളവർക്ക് ഇവരെ രമ്യതയിൽ എത്തിച്ച് പറഞ്ഞെടുക്കണം. പരാതിയെ തുടർന്ന് പോലീസ് യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. പ്രതി രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് ഇപ്പോൾ നീക്കം. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട്ട് നിന്ന്. ഒപ്പം യുവതിയുടെയും കുടുംബത്തിന്റെയും പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിലെ പ്രതിനിധി വിനീത വിജിയുമാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് പോകാം. ആദ്യം ഈ പെൺകുട്ടിയുമായി സംസാരിച്ചത് വിനീതയാണല്ലോ. വിനീത, ഏത് തരത്തിലുള്ള പീഡനമാണ് ആ പെൺകുട്ടിക്ക് ഭർതൃവീട്ടിൽ ഒരാഴ്ച കൊണ്ട് നേരിടേണ്ടി വന്നത്? അതിൽ പറയുന്ന ഒരു ഭാഗം ഈ മൊബൈൽ ഫോൺ ചാർജറിൻ്റെ വയർ കൊണ്ട് കഴുത്തിൽ ചുറ്റി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഒരാൾ പോലും തടയാൻ ശ്രമിച്ചില്ല എന്നാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും ഭർത്താവായ രാഹുൽ മാത്രമല്ല, കുടുംബക്കാർ ഒന്നാകെ രാഹുലിനൊപ്പം നിന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണോ ആ പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോപി. കാരണം 5-ാം തീയതിയാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഈ 12-ാം തീയതി ആ പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. ഇതിലേറ്റവും പ്രധാനമായും ആ പെൺകുട്ടി നമ്മളോട് പറഞ്ഞത് കാർ ഉൾപ്പെടെ ഈ രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാഹുലിൻ്റെ അമ്മ പല തവണയായി തന്നോട് പറഞ്ഞിരുന്നു തൻ്റെ മകന് ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം ലഭിക്കുമായിരുന്നു, ഇതിനേക്കാൾ കൂടുതൽ സ്വർണവും പണവും ഒക്കെ ലഭിക്കുമായിരുന്നു എന്നിങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഇരുവരും ഒന്നിച്ച് ബീച്ചിൽ പോയിരുന്നു. അവിടെ വെച്ചും രാഹുൽ ഈ
സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും രാത്രിയിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടാവുന്നത്. ഈ മർദ്ദനം ആ വീട്ടിൽ നടക്കുമ്പോൾ ആ വീട്ടിൽ രാഹുലിന്റെ അമ്മയുണ്ട്, ഒപ്പം തന്നെ മറ്റു ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇതൊന്ന് തടയാനോ പോലും ആരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടെ തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇടയ്ക്ക് ആരോ മുകളിലേക്ക് കയറി വരുന്നത് പോലെ തോന്നി. അന്നേരം രാഹുൽ പറഞ്ഞു, ഒച്ചയുണ്ടാക്കരുത്, ഇങ്ങനെ ആരോ അടുത്ത് വരുന്നുണ്ട്, ബഹളം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ വന്നവർ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ആ മർദ്ദനത്തെ തടയാനോ പോലും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമൊക്കെയായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അടുത്ത ദിവസം ഇവരുടെ ചടങ്ങുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ അത് അവസാനിച്ചിരുന്നില്ല. ഇവർ എറണാകുളം സ്വദേശികളാണ്. ഇവർ ഇവിടെ നിന്ന് കോഴിക്കോട് ഈ രാഹുലിന്റെ വീട്ടിൽ പോയിരുന്നു. ഈ വീട് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ എത്തിയത്. അവിടെ എത്തുമ്പോൾ ഈ പെൺകുട്ടി അവശ്യ നിലയിലായിരുന്നു. മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ തെന്നി വീണതെന്നാണ് ആ പെൺകുട്ടി ആദ്യം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത്. പക്ഷേ വീണ്ടും ചോദിച്ചപ്പോൾ ആണ് ഈ മർദ്ദന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഈ രാഹുലിന്റെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് യാതൊന്നും തന്നെ അറിയില്ല എന്ന തരത്തിലായിരുന്നു അവർ മറുപടി നൽകിയിരുന്നത്. ഇങ്ങനെ തെന്നി വീണോ, ബാത്റൂമിനുള്ളിൽ ഇങ്ങനെ തെന്നി വീണോ എന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ വീണിട്ടുണ്ടാകുമെന്ന് വളരെയധികം ലാഘവത്തോടെയാണ് അവർ മറുപടി നൽകിയതെന്നും ആ പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പീഡനത്തിനാണ് ആ പെൺകുട്ടി ഇരയായത് എന്ന് വിനീതയുമായി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. ഇനി ഒരു സംശയം, രാഹുൽ ഇതൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് സ്ത്രീധനത്തിന് വേണ്ടി ചെയ്തതാണോ, അതോ അതിന് പുറമെ ലഹരി എന്ന ഒരു കാരണം കൂടി ഉണ്ടോ എന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കുന്നയാളാണ് രാഹുൽ എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോപി. ഈ പെൺകുട്ടി പറയുന്നത് രാഹുൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു വലിയ സംശയമുണ്ട്. കാരണം ഇവർ ബീച്ചിലേക്ക് പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ലഹരി ഉപയോഗിച്ചൊരു രീതിയിലായിരുന്നു രാഹുലിന്റെ ഒരു പ്രതികരണം പെൺകുട്ടിയോട് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യഘട്ടത്തിൽ കരുതിയത് മദ്യപിച്ചിട്ടുണ്ടാകുമെന്നാണ്. പക്ഷെ അതൊരു മദ്യപാനിയുടെ അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിൽ ഒതുങ്ങുന്നതല്ല അന്ന് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രതികരണങ്ങൾ എന്നുള്ളതും ആ പെൺകുട്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മദ്യപിച്ചതല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി രാഹുൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തനിക്കുണ്ട് എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഈ സ്ത്രീധനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ രാഹുലിന്റെ വീട്ടുകാർക്കും വളരെ വ്യക്തമായി അറിയാമെന്ന് തന്നെയാണ് പെൺകുട്ടി പറയുന്നത്. കാരണം ഈ മർദ്ദനം നടക്കുന്നതിന്റെ തലേ ദിവസം രാവിലെ ഈ രാഹുലിന്റെ അമ്മയുമായി ഈ പെൺകുട്ടി അടുക്കളയിൽ വെച്ച് ഈ സ്ത്രീധനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി സംസാരിക്കുന്നു. അമ്മ ഇങ്ങനെ പറയുന്നു, മകന് കൂടുതൽ സ്ത്രീധനം ലഭിക്കുമായിരുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി അതിലൊന്നും പ്രതികരിക്കാൻ തയ്യാറായാതെ തിരിച്ച് റൂമിലേക്ക് വരികയായിരുന്നു. ഈ കാര്യം ഉൾപ്പെടെ രാഹുൽ ഈ മർദ്ദിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ സംഭവത്തെ പറ്റി രാഹുലിന്റെ വീട്ടുകാർക്കൊക്കെ വളരെ വ്യക്തമായി അറിവുണ്ട് എന്നത് തന്നെയാണ് ഗോവി സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടിയുമായി നമ്മൾ അതായത് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനത്തിന് ആ പെൺകുട്ടി ഇരയായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടികൊള്ളേണ്ടെന്ന് അല്ലെങ്കിൽ മർദ്ദനമേൽക്കേണ്ടി വരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ കുടുംബക്കാർ ഒന്നടങ്കം, ഭർത്തൃ വീട്ടുകാർ ഒന്നടങ്കം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ പെൺകുട്ടി ഞങ്ങളുടെ പ്രതിനിധി വിനീതയുമായി നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ കേസിന്റെ കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. ഈ വാർത്ത ആദ്യമായി പുറം ലോകത്ത് എത്തിക്കുന്നത് 24ന്റെ കോഴിക്കോട്ടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നാണ്. അഭിജിത്ത്, ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് ആ പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. അതിനു മുൻപ് ഇപ്പോഴും ആ കുടുംബത്തിനുള്ള, അതായത് ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ അമ്മയ്ക്കുമുള്ള പ്രധാനപ്പെട്ട പരാതിയും ആക്ഷേപവും, ഇത്രയും ഗൗരവമുള്ള ഒരു സംഭവം പോലീസിൽ പറഞ്ഞിട്ടും അവിടെ പന്തീരങ്കാവ് പോലീസ് വേണ്ട രീതിയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഗൗരവമുണ്ട് പോലീസിനെതിരെ ഈ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പരാതി? ഗോപി, ഈ യുവതിയും കുടുംബവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമേറിയത് തന്നെയാണ്. ആരോപണം ഗുരുതരമാണ്. പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു ആരോപണം ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, യുവതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, തങ്ങൾ ഈ സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയപ്പോൾ വളരെ ഗൗരവത്തോടെയല്ല പോലീസ് ഇതിനെ സമീപിച്ചത് എന്നുള്ളതാണ്. കുടുംബം പരാതിയുമായി എത്തുന്നത്, പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഈ മാസം 12-നാണ്. പോലീസ് അന്ന് തന്നെ FIR ഇട്ട് കേസെടുക്കുന്നുണ്ട്. ഈ രാഹുൽ P. ഗോപാൽ എന്നയാൾക്കെതിരെ പോലീസ് 324, 498B വകുപ്പുകൾ പ്രകാരം അന്നു തന്നെ കേസെടുക്കുന്നുണ്ട്. അതിലൊന്ന് ഗാർഹിക പീഡനം എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള വകുപ്പാണ്. 7 വർഷമോ അതിൽ കൂടുതലോ പിഴ
തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് 498B. അതായത് പോലീസ് നിലവിൽ പറയുന്നത് ഈ പെൺകുട്ടിയും കുടുംബവും നൽകിയ മൊഴി പ്രകാരം തങ്ങൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോലീസിനെതിരെ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ നിലവിൽ ഈ പോലീസ് തള്ളുന്നുണ്ട്, അത് നിഷേധിക്കുന്നുണ്ട്. നിലവിൽ ഈ കുടുംബം ഉന്നയിക്കുന്നതിന് ഒരു ആരോപണമായി മാത്രമേ നമുക്ക് സ്വീകരിക്കാനായി കഴിയുകയുള്ളൂ. പക്ഷേ അത് ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ വിവരം അറിയിച്ചിട്ടും പോലീസ് കൃത്യമായ രീതിയിൽ നടപടി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടില്ല എന്നും യുവതിയുടെ കുടുംബം പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഇത്രയും വിവാദമായി ആ പെൺകുട്ടിയുടെ മൊഴി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി ഇന്നിപ്പോൾ വിനീതയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണോ ടെലിവിഷൻ സ്ക്രീനിൽ ടെലിവിഷൻ ക്യാമറയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അമ്മയ്ക്കും ഈ പരാതിയുണ്ട്. കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടും വേണ്ട രീതിയിൽ കൃത്യമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പന്തീരങ്കാവ് പോലീസ് ആദ്യം മടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ഡോക്ടറുടെ മൊഴി ഒരു സാക്ഷ്യപ്പെടുത്തലായി ഈ കാര്യങ്ങളിലുണ്ട്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഈ കുടുംബത്തിന്റെ പരാതി ആ നിലയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഗോപി, നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ ഒരു ആരോപണം യുവതിയിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് പറയുന്നത് അന്ന് ഈ കുടുംബവും യുവതിയും നൽകിയ മൊഴിപ്രകാരം തങ്ങൾ കേസെടുത്തു എന്നുള്ളതാണ്. മറ്റ് ആരോപണങ്ങൾ, മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ മറുപടി പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് ഈ കുട്ടിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. കൂടാതെ ഈ പരിക്ക് പറ്റിയ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഈ പരിക്ക് യുവതിക്ക് പറ്റിയ ആ ഒരു ഘട്ടത്തിൽ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയിരുന്നു. പ്രാഥമികമായ ചികിത്സ തേടിയ ആ ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം കൂടി നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു പരാതി, യുവതിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന പരാതിയെ ഗൗരവത്തോടുകൂടി പോലീസ് ഇപ്പോൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഈ മൊഴികൾ, കൂടുതൽ മൊഴികൾ ശേഖരിക്കുക, ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പങ്കുവയ്ക്കുന്ന വിവരം. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് നിലവിൽ ഈ ഒരു പരാതിയെ, ഈ ഒരു ആരോപണത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ കുടുംബം ആരോപിച്ച തരത്തിലുള്ള ആ ഒരു അനുഭവം അവർക്ക് ആ ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ശരി വിനീത, ഈ പെൺകുട്ടി സംസാരിച്ച സമയത്ത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളുകളായിട്ടില്ല. അതിന് മുൻപ് തന്നെ, അതായത് വിവാഹം കഴിഞ്ഞ അന്ന് മുതലോ അല്ലെങ്കിൽ പിറ്റേന്നാൾ മുതലോ ഈ പെൺകുട്ടിക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയുടെ ചോദ്യം ചെയ്യലുണ്ടായിട്ടുണ്ട്. അമ്മയും മകനും അടച്ചിട്ട മുറിയിൽ സംസാരിച്ച ശേഷം പിന്നീട് മകൻ മോശമായ രീതിയിൽ ഈ കുട്ടിയോട് പെരുമാറിയതായി ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതിനുശേഷമായിരുന്നു ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് നമ്മൾ പറയുന്ന ശാരീരികമായ പീഡനം നടത്തിയത്. അപ്പോൾ ഇതിന് ഇടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി വീട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു? അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്, അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇത് വീട്ടുകാർ കൂടി അറിയുന്ന ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ വീട്ടിൽ ഇനി അവിടെ തുടരാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പെൺകുട്ടി എത്തുന്നത്? അതിനാരുടെയെങ്കിലും ഒക്കെ സഹായവും പിന്തുണയും ഈ പെൺകുട്ടിക്ക് കിട്ടിയിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു? ഗോപി, തീർച്ചയായും ഈ ഇവരുടെ വിവാഹം നടക്കുന്നത് 5-ാം തീയതിയാണ്. അതിനുശേഷം പിന്നീട് വീട്ടിൽ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇത്തരത്തിലേക്കുള്ള സ്ത്രീധനം സംബന്ധിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ അങ്ങനെ വീട്ടിൽ പറയത്തക്ക രീതിയിലുള്ളൊരു പ്രശ്നമായി ആ പെൺകുട്ടി കരുതിയിരുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. കാരണം ഈ പെൺകുട്ടിയോട് ഈ രാഹുലിൻ്റെ അമ്മ ഈ സ്ത്രീധനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നു. രാഹുൽ തനിക്കൊരു കാറ് വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് അവസാനം ഈ മർദ്ദനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ പെൺകുട്ടി തുറന്നു പറയാൻ തയ്യാറായത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മർദ്ദിച്ച അവശയായി നിൽക്കുമ്പോഴും രാഹുൽ നിർബന്ധിച്ചത് പ്രകാരം ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തിയ ബന്ധുക്കളോടും മാതാപിതാക്കളോടും ഈ പെൺകുട്ടി പറഞ്ഞത് താൻ ബാത്റൂമിൽ കാല് വഴുതി വീണതാണ് എന്നുള്ളതാണ്. കാരണം ആ പെൺകുട്ടിയെ നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ മുഖത്തും ഒപ്പം തന്നെ ചെവിയിലും ഒക്കെ ആ മർദ്ദനമേറ്റ പാടുകളുണ്ട്. നെറ്റിയിലൊക്കെ പൊട്ടലേറ്റ പാടുകൾ ഇപ്പോഴും ആ പെൺകുട്ടിക്കുണ്ട്. ഇത് കണ്ട വീട്ടുകാർ അപ്പോഴാണ് അവർക്കൊരു സംശയം തോന്നുകയും ഇങ്ങനെ മർദ്ദിച്ചതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ആ പെൺകുട്ടി തുറന്നു പറയാൻ തയ്യാറാകുന്നത്. കാരണം തുടക്കത്തിൽ ഇവർ ഇങ്ങനെ ഒരു സ്ത്രീധനം സംബന്ധിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ രണ്ട് വീട്ടുകാർക്കും ഇടയിൽ നടന്നിരുന്നു. ഇത്ര സ്ത്രീധനമാണ് ഞങ്ങൾ നൽകുന്നതെന്നുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അവരുമായി സംസാരിച്ചിരുന്നു. ഇതൊക്കെ തന്നെ പറഞ്ഞുറപ്പിച്ചതാണ്.
അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് രാഹുലിന് കാറ് വേണമെന്ന് ആവശ്യം ഉയരുന്നത്. ഒപ്പം തന്നെ രാഹുലിന്റെ അമ്മ ഇത്തരത്തിൽ സ്ത്രീധനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങിയതെന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് അവസാനം മർദ്ദനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ പെൺകുട്ടി വീട്ടുകാരോട് തുറന്നു പറയുന്നത്. ഗോപി. ശരി, വിനീത വിജിയും അതോടൊപ്പം തന്നെ അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടിയുമായി സംസാരിച്ചത് വിനീതയായിരുന്നു. ഈ കാര്യങ്ങൾ ഏത് തരത്തിലുള്ള പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നത്, ഇനി അതിനെ തുടർന്ന് ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ആ കുടുംബത്തിനൊരു പരാതി ഉള്ളത് വേണ്ട രീതിയിൽ തുടക്കത്തിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പന്തീരങ്കാവ് പോലീസ് തയ്യാറായിരുന്നില്ല. ഗൗരവത്തിൽ ഈ വിഷയത്തെ അവർ സമീപിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി ഈ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട്ടെ ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് പറയുന്നത്. മറ്റു വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മലപ്പുറത്തിന് പിന്നാലെ എറണാകുളത്തും മഞ്ഞപ്പിത്ത ആശങ്ക പടരുകയാണ്. 180 പേർക്ക് രോഗവ്യാപനം ഉണ്ടായ വെങ്ങൂരിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വെങ്ങൂരിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണക്കാരായ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ആശുപത്രിയിൽ കഴിയുന്നവർക്കും സഹായധനം നൽകാൻ പഞ്ചായത്ത് അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഇടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത്, മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ എന്നിവർ ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ട് ജില്ലകളിലെയും മഞ്ഞപ്പിത്ത വ്യാപന സാഹചര്യം എന്താണ്, ഏത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീകാന്ത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മഞ്ഞപ്പിത്ത വ്യാപനം സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് മലപ്പുറത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എറണാകുളത്തും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ ഭയപ്പെടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അവിടെ ഏതൊക്കെ ഇടങ്ങളിലാണ് ഈ മഞ്ഞപ്പിത്ത വ്യാപനം ഉള്ളത്? അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രത്തോളം ശക്തമാണ്? ഈ എറണാകുളം ജില്ലയിൽ ഗോപികൃഷ്ണൻ വേങ്ങൂർ പഞ്ചായത്തിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിരിക്കുന്നത്. 180 പേർക്ക് ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. അതിൽ ചിലർ റിക്കവർ ചെയ്തു വന്നു. 59 പേർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. 2 പേർ മരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ ഉള്ളത്. അവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം ഉപയോഗിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് എന്ന് അവിടുത്തുകാർ പറയുന്നു, പഞ്ചായത്ത് പറയുന്നു. പക്ഷേ വാട്ടർ അതോറിറ്റി പറയുന്നത് അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, പഞ്ചായത്തിൻ്റെ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം സ്വീകരിച്ചവർക്കാണ് ഈ പ്രശ്നമുണ്ടായതെന്ന് അവരും പറയുന്നു. അങ്ങനെ പരസ്പരം പഴിചാരൽ ഒരു വശത്ത് നടക്കുമ്പോൾ അവിടെ ചികിത്സയ്ക്ക് പോലും കൃത്യമായി പണമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങി. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയുണ്ടായി. ഈ മാർച്ചിന് തൊട്ടു പിന്നാലെ അവിടെ ഒരു അവലോകന യോഗം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ഒരു ധനസഹായം സ്വരൂപിക്കുന്നതിന് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെയും മരിച്ചവരുടെ ബന്ധുക്കൾക്കും ഈ പണം നൽകുന്നതിന് വേണ്ടിയാണ് സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ എത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു. ആരോഗ്യ വകുപ്പ് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ചികിത്സാ സംബന്ധമായി ധനസഹായത്തിനൊരു സമിതി രൂപീകരിച്ചതൊഴിച്ചാൽ മറ്റ് പണം സംബന്ധമായ കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. വലിയ ആശങ്കയിലാണ് ഇപ്പോഴും അവിടുത്തെ പൊതുജനങ്ങൾ ഉള്ളത്. ഇത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ആണോ അതോ പഞ്ചായത്ത് നൽകിയ വെള്ളത്തിൽ നിന്നാണോ പകർന്നത് എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. പഴിചാരൽ അവസാനിപ്പിച്ച് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഗോപികൃഷ്ണൻ. ശരി, ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്ത്. ഷഹദ്, മലപ്പുറത്തെ നിലവിലെ സാഹചര്യം എന്താണ് ഷഹദ്? അവിടെ നിന്ന് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് വളരെയധികം ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുമുണ്ട്. മരണം സംഭവിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത് പോലെ ഊർജിതമാണോ മലപ്പുറത്ത്? നിയന്ത്രണ വിധേയമായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ DMO മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞത് കൂടുതൽ ജാഗ്രത വേണം, കാരണം ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നിലമ്പൂർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ മലയോര മേഖലകളിലായിരുന്നു ഈ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. പോത്തുകല്ല്, അതുപോലെ തന്നെ ചാലിയാർ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു രോഗം പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ
നിലമ്പൂരിന് പുറമെ മലപ്പുറം നഗരസഭാ പരിധിയിലും അതുപോലെ തന്നെ പൂക്കോട്ടൂർ പഞ്ചായത്തിലും ഇത്തരത്തിൽ രോഗവ്യാപനം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 600ഓളം ആളുകളാണ് നിലവിൽ ആക്റ്റീവ് കേസുകളായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് മഴക്കാലം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യാപന സാധ്യതയാണ് ഈ ആരോഗ്യവകുപ്പ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു അടിയന്തര യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കൂടുതൽ എന്തെല്ലാം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കാരണം വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ് പ്രധാനമായിട്ടും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പുറത്ത് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ അവധി ആയതുകൊണ്ട് കുട്ടികൾ കൂടുതലിടങ്ങളിൽ ടൂറൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് രോഗം പിടിച്ച് ജില്ലയിലെത്തുകയും അവരിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് പടരുന്നൊരു സാഹചര്യമാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് ഒരു വീട്ടിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്ന സാഹചര്യമാണ്. കൂടാതെ കൃത്യമായിട്ട് ഈ ആശുപത്രികളിൽ ചികിത്സ തേടാതെ സ്വയം ചികിത്സിക്കാൻ പലരും തയ്യാറാകുന്നു. അതുപോലെ തന്നെ മറ്റ് വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിലുമൊക്കെ പോയി ഇത്തരത്തിൽ ചികിത്സ തേടുകയും ചെയ്യുന്നു. ഇത് രോഗം മൂർച്ഛിക്കുകയും പിന്നീട് ഈ ആശുപത്രികളിൽ എത്തുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ ഈ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ വൃക്ക രോഗികൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ മരണ സാധ്യത കാണുന്നത്. അത്തരം ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി ഷഹദ, അത്തരം ആളുകൾ അതായത് മറ്റു രോഗങ്ങളുള്ള ഹൃദ്രോഗമോ അതല്ലെങ്കിൽ വൃക്ക രോഗമോ ഉള്ള ആളുകൾ ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ ആശങ്ക എറണാകുളത്തും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ സ്വയം ചികിത്സ അല്ലെങ്കിൽ വ്യാജ ചികിത്സയിൽ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയാവണ്ണം ഡോക്ടറെ കാണിക്കുകയും അതോടൊപ്പം തന്നെ രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. ഒരു വീട്ടിൽ രോഗം റിപ്പോർട്ട് ചെയ്താൽ മറ്റുള്ളവർ കൂടി വരുന്ന സാഹചര്യം മലപ്പുറത്തുണ്ട് എന്നാണ് ഷാഹിദ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ജാഗ്രതയും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് ഇടങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ. എസ് ശ്രീകാന്തും ഷാഹിദ് റഹ്മാനും ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് ട്രെയിനിൽ യാത്രക്കാർക്ക് ദുരിതം. കോച്ചിലെ എസിയും ഫാനും തകരാറിലായി, ടോയ്ലറ്റിൽ വെള്ളമില്ല എന്നുമാണ് യാത്രക്കാരുടെ പരാതി. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഈ ഗരീബ് രഥ് എക്സ്പ്രസ്സിലെ യാത്രക്കാർ നേരിടുന്ന പ്രശ്നം എന്താണ് അവരുടെ പരാതി? ഗോപി, ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഏറ്റവും ദീർഘദൂര യാത്ര നടക്കുന്ന ഒരു ട്രെയിനാണ് കൊച്ചുവേളിയിലേക്ക് പോകുന്ന ലോകമാന്യ തിലകിൽ നിന്ന് വരുന്ന ഗരീബി രഥ് എക്സ്പ്രസ്. പാവങ്ങളുടെ രഥം എന്നുള്ള പേരിലാണ് ആ ട്രെയിൻ ഓടുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കി എന്നുള്ളതാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസിയും ഫാനും ഒരു കോച്ചിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് 2 ജനറേറ്റർ കോച്ചുകളോടുകൂടി AC പ്രവർത്തിക്കുന്നതാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ്, ട്രെയിനകത്തു നിന്നും യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ ദുരിതത്തിൻ്റെ കാഴ്ച വളരെ വ്യക്തമാണ്. ഫാൻ വർക്ക് ചെയ്യുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടോയ്ലറ്റിൽ ഒന്നും തന്നെ വെള്ളമില്ല എന്നുള്ള ദുരിതം കൂടി യാത്രക്കാർ പങ്കുവെക്കുകയാണ്. യാത്രക്കാർ റെയിൽവേ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. അല്പം മുൻപ് ട്രെയിൻ കോഴിക്കോട് പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൊച്ചുവേളിയിലേക്ക് യാത്ര തുടരുകയാണ്. ഏറെ നേരമായി ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഒരു ദുരിത യാത്രയാണ് ഗരീബി രഥിൽ ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് യാത്രക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഗോപി, ശരി. ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് ട്രെയിനിൽ യാത്രക്കാർക്ക് ദുരിതമാണ്. കോച്ചിൽ എസിയും ഫാനും ഒക്കെ തകരാറിലായിരിക്കുന്നു. ടോയ്ലറ്റിൽ വെള്ളമില്ല. യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ ആണിപ്പോൾ നമ്മൾ കണ്ടത്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. കൊലപാതകം എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എബിൻ ജോസുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. എബിൻ, ഇതിൽ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലാണ്? എന്താണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്? ഗോപി, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. നിലവിൽ കൊലപാതകം എന്നുള്ള സംശയം നാട്ടുകാരും അതുപോലെ തന്നെ പോലീസിനുമുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സ്വാഭാവികമായി ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണം സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇന്ന് 11 മണിയോടെയാണ് ഈ കുട്ടിയെ വീടിന് സമീപമുള്ള മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാവെത്തി
രാവിലെ നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ചുറ്റി നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതാണ് ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് നടന്ന പോക്സോ കേസിലെ അതിജീവിതയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിചാരണ ഘട്ടം നടക്കുന്നുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ഗോപി. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാറനല്ലൂർ സ്വദേശി ജയയാണ് മരിച്ചത്. മകൻ ബിജു കെ നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഈ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിൽ മകൻ അറസ്റ്റിലായത് എന്തുകൊണ്ടാണ്? മകനെ കസ്റ്റഡിയിലെടുത്തത് എന്തുകൊണ്ടാണ്? ഗോപി, രാവിലെ 9:30 അയൽവാസികൾ ഈ ജയയെ മരിച്ച നിലയിൽ കാണുന്നത്. സമീപവാസി ജയയെ തിരക്കി വന്നപ്പോഴാണ് കിടപ്പുമുറിയുടെ കട്ടിലിൽ ഈ കിടക്കുന്നത് കാണുന്നത്. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ സമീപവാസികളായവർ ഈ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ സമയം ഇവരുടെ മകൻ ബിജു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാരും വാർഡ് ഈ മാറനല്ലൂർ പോലീസിനെ വിവരം അറിയിച്ചു. ഈ പോലീസ് ഈ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരുടെ മൊഴിയെടുത്തപ്പോഴാണ് ഈ മകന്റെ മർദ്ദനമാകാം ഈ അമ്മയുടെ മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. കാരണം മുമ്പ് പലതവണ വീട്ടിൽ മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിക്കുന്നത് ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യമാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ ബിജുവിനെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരുന്നതാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഗോപി. ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. സ്ഥാനക്കയറ്റം നൽകുന്നില്ല എന്ന് ആരോപിച്ച് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന് കീഴിൽ ജീവനക്കാരുടെ സമരം. CITU, INTUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട യൂണിറ്റുകൾക്ക് മുന്നിലാണ് സമരം നടക്കുന്നത്. പാൽ വിതരണം ഭാഗികമായി ഇവിടങ്ങളിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, ഈ സമരം എന്താണ്? എന്താവശ്യം ഉന്നയിച്ചാണ് ഈ തിരുവനന്തപുരം മേഖലാ യൂണിയന് കീഴിലുള്ള മിൽമയുടെ ജീവനക്കാർ സമരം ചെയ്യുന്നത്? എവിടെയൊക്കെയാണ് ഈ സമരം പാൽ വിതരണം തടസ്സപ്പെടുത്തുന്നത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 4 വർഷമായി മിൽമയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അർഹമായ സ്ഥാനക്കയറ്റം നൽകുന്നില്ല എന്നാരോപിച്ച് ഈ ജീവനക്കാരുടെ സംഘടന കഴിഞ്ഞ ദിവസം ഈ മേഖലാ യൂണിയന് മുമ്പിൽ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധം നടന്നതിന് പിന്നാലെ ഈ പ്രതിഷേധിച്ച 40 ജീവനക്കാർക്കെതിരെ ഒരു നടപടിയടക്കം മിൽമ കൈക്കൊണ്ടു. പോലീസിനടക്കം വിവരം അറിയിച്ചുകൊണ്ട് 40 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് യൂണിയനുകൾ ഒരു മിന്നൽ പണിമുടക്കിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് അടക്കം ജീവനക്കാർ പെട്ടെന്ന് മാറുകയും ചെയ്തത്. രാവിലെ ഏകദേശം ഒരു 2 മണിക്കൂറോളം മിൽമയുടെ ഈ പാൽ വിതരണം അടക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി. ഈ സൂചനാ പണിമുടക്കാണ്. വിഷയത്തിൽ അടിയന്തര പരിഹാരം തേടണമെന്നും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെടുത്ത് ഈ യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് 4 വർഷമായി താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് യാതൊരു തരത്തിലുള്ള സ്ഥാനക്കയറ്റവും മിൽമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് മിൽമ വലിയ രീതിയിൽ ഈ മാനേജ്മെന്റ് ഇതിന്റെ മേൽ, ഈ ജീവനക്കാരുടെ മേൽ അമിതമായ സമ്മർദ്ദമടക്കം മുന്നോട്ട് വെക്കുകയാണ്. അത് ഒരു തരത്തിലും തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് തൊഴിലാളി യൂണിയനുകൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സൂചനാ പണിമുടക്കിനെ തുടർന്ന് ഈ മിൽമ യൂണിയൻ നേതാക്കളുമായി ഇതിന്റെ മാനേജ്മെന്റ് ചർച്ച നടത്താമെന്ന സൂചനയിലടക്കം കാര്യങ്ങൾ എത്തുകയാണ്. ഈ കേസ് കൂടി പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സംഘടനാ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ശരി അരുൺ രാജ്, അവിടെ സമരം ചെയ്ത മിൽമ ജീവനക്കാരുടെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. സ്റ്റാൻഡിംഗ് ഓർഡറിൽ താഴെയുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ ഇതുവരെ നടപ്പിലാകാതെ 4 വർഷക്കാലമായി ഒരുപാട് പേർ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കിട്ടാതെ പുറത്തു പോവുകയും ശമ്പളത്തിന്റെ സ്കെയിൽ വളരെ വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ മെയ് 31 മുമ്പും 3 ജീവനക്കാർ ഈ കൊല്ലം ഡയറിന്ന് മാത്രം തിരുവനന്തപുരം മേഖലയിൽ ഏകദേശം 10-20ഓളം ജീവനക്കാർ റിട്ടയർ ചെയ്ത് പോവുകയാണ്. അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാതെയും ശമ്പളം ലഭിക്കാതെയുമാണ് പുറത്തു പോകുന്നത്. 4 വർഷക്കാലമായി ആവശ്യപ്പെട്ട സംയുക്ത ട്രേഡ് യൂണിയൻ നിരന്തരമായിട്ട് ഈ മാനേജ്മെന്റിനെ സമീപിച്ചിട്ടും അതിനകത്ത് ഒരു അനങ്ങാപ്പാറ നയമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദിയെ അനുഗമിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മോദി ഗംഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ഇത് 3ാം തവണയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുന്നത്. രാധാകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം
BJP നേതാക്കൾ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, ഗംഗാ സപ്തമി ദിവസമാണ് ഇന്ന്. ഈ ദിവസം തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തെരഞ്ഞെടുത്തു. ഗംഗയെ മാധ്യമമാക്കി തന്നെയാണ് അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. രാവിലെ ഗംഗയിൽ പ്രാർത്ഥന നടത്തി, ഗംഗാ ആരതി അടക്കം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മറ്റ് പരിപാടികളിലേക്ക് കടന്നത്. കാലഭൈരവ ക്ഷേത്രത്തിലും മോദി ഘട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുഗമിച്ചു. ഒപ്പം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തിനോടൊപ്പം ഈ പത്രികാ സമർപ്പണ വേളയിൽ ഉണ്ടായിരുന്നു. ഒപ്പം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ഘടകകക്ഷിയിലെ 25 പാർട്ടികളിലെയും നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായിട്ട് എത്തിയത്. വലിയ ആഘോഷമാക്കി ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തെയും മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നരേന്ദ്രമോദി 3-ാം തവണയാണ് വാരണാസിയിൽ ജനവിധി തേടുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത് അനുസരിച്ച് കാശിയിലുള്ളവർ തന്നെ ബനാറസിയാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു, ഗംഗ തന്നെ ദത്തെടുത്തു എന്നൊക്കെയുള്ള വളരെ വൈകാരികമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി സത്യവാചകം അദ്ദേഹം ചൊല്ലുകയും ചെയ്തു. അതിനുശേഷം രുദ്രാക്ഷം കൺവെൻഷൻ സെന്ററിൽ വെച്ച് വാരണാസിയിലെ BJP പ്രവർത്തകരെയും നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം കൊടുത്തു. അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും. ശരി, RK രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സംയുക്ത റാലി നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത്. BJP ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. और BJP, RSS, नरेंद्र मोदी इस किताब को खत्म करना चाहते हैं, नष्ट करना चाहते हैं, फाड़ के फेंक देना चाहते हैं। और मैं उनसे कहना चाहता हूं, झांसी से रानी लक्ष्मीबाई की कर्म भूमि से कहना चाहता हूं कि इस संविधान को नरेंद्र मोदी छोड़ो, RSS छोड़ो, दुनिया की कोई शक्ति नहीं खत्म कर सकती है। തെരഞ്ഞെടുപ്പിൽ കർഷകർ BJPയുടെ അഹങ്കാരം അവസാനിപ്പിക്കുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ये बुंदेलखंड के लोग भारतीय जनता पार्टी का अहंकार का खंड खंड कर देंगे इस बार। ये वीरों की धरती है, बुंदेलखंड हमारे वीरों की धरती है। ये पहचानती है उनका दुश्मन कौन है। ये वीरों की धरती इस बार जो हमारे किसानों और नौजवानों के दुश्मन हैं उनको सबक सिखाने का काम करेंगे. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഝാൻസിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും പ്രസംഗങ്ങൾ? ഗോപികൃഷ്ണൻ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതിയിലേറെ പിന്നിട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 163 മണ്ഡലങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ബാക്കിയുള്ളത് ഉത്തർപ്രദേശിലാണ്, 41 മണ്ഡലങ്ങൾ. ഈ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉത്തർപ്രദേശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ സംയുക്ത റാലി, ഝാൻസിയിൽ നടത്തിയ ഈ സംയുക്ത റാലിയാണ് ഏറ്റവും വലിയ പ്രചരണ റാലി. നേരത്തെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ലക്നൌവിലും ഇരുവരും സംയുക്തമായി റാലി നടത്തിയെങ്കിലും ബുന്ദേൽഖണ്ഡിൽ ആദ്യമായാണ് സംയുക്ത റാലി സംഘടിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് നേതാക്കളും തങ്ങളുടെ പ്രകടന പത്രിക ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ കർഷകർ, സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കർഷകരെയാണ് എന്നും ഈ തിരഞ്ഞെടുപ്പിൽ കർഷകർ അതിന് പ്രതികാരം ചെയ്യും
എന്നുമാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. കൃത്യമായി തന്നെ BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നും കർഷക രോഷം BJPക്ക് എതിരാണ് എന്നും ഏറ്റവും കൂടുതൽ രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്തത് ഉത്തർപ്രദേശിലാണ് എന്നും അഖിലേഷ് യാദവ് എടുത്തു പറഞ്ഞു. രാഹുൽ ഗാന്ധി വൈകാരികമായാണ് ഈ ഒരു വേദിയിൽ സംസാരിച്ചത്. അദ്ദേഹം ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നവരും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നും ലോകത്തെ ഒരു ശക്തിക്കും ഭരണഘടനയെ തകർക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയുടെ ഭൂമിയിൽ വെച്ച് താൻ ഉറപ്പു നൽകുന്നുവെന്നും രാഹുൽ പറഞ്ഞു. ഒപ്പം ബുന്ദേൽഖണ്ഡിൽ പ്രതിരോധ ഇടനാഴി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്നും ഭൂമി കൈക്കലാക്കിയ സർക്കാർ അത് അംബാനിക്കും അദാനിക്കും നൽകുകയാണ് എന്നും ഇതുവരെ പ്രതിരോധ ഫാക്ടറി ആരംഭിക്കാതെ മോദി ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് മറുപടി നൽകണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ എന്നുമാണ് ആഹ്വാനം ചെയ്തത്. ഒപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ വരുന്ന ജൂലൈ മുതൽ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ 8,500 രൂപ പ്രതിമാസവും യുവാക്കൾക്ക് ജോലി ഇല്ലാത്ത യുവാക്കൾക്ക് ആദ്യ ജോലി എന്ന നിലയിൽ പ്രതിവർഷം 1 ലക്ഷം രൂപയും നൽകുമെന്നതടക്കമുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെയും പ്രധാന വാഗ്ദാനങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയും ഈ വേദിയിലും പരാമർശിച്ചു. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസം പാസായി. 4 CPIM അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. CPIM വിമത നേതാവ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഭരണം അട്ടിമറിച്ചത്. 25 വർഷമായി CPIM തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത്. ആകെ 13 അംഗങ്ങളിൽ 8 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. CPIMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും R രാജേന്ദ്രകുമാർ പ്രതികരിച്ചു. CPIMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചാണ്. എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPIMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPIM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ CPIMനകത്തുള്ള വിഭാഗീയത മൂർച്ഛിച്ചതിൻ്റെ അനന്തരഫലമാണല്ലോ ഇപ്പോൾ ഈ ഭരണം നഷ്ടമായതും ഈ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം CPIMന്റെ പിന്തുണയോടുകൂടി അവതരിപ്പിക്കപ്പെട്ടതുമൊക്കെ. അനുനയ നീക്കങ്ങളും അനുരഞ്ജന ശ്രമങ്ങളും ഒക്കെ പാഴായി എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പൊതുഷൻ പലതവണ അടക്കം പാർട്ടി വിശദീകരണ യോഗങ്ങൾ നടത്തി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് അനുരഞ്ജന ചർച്ചകൾ നടത്തി. ഇതൊന്നും നടപ്പിലാക്കാതെ വന്നതോടുകൂടിയാണ് തങ്ങൾ ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിലവിൽ തങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്ന ഒരു നേതാവിനെ പുറത്താക്കാൻ വേണ്ടിയ പഞ്ചായത്ത് ഭരണം തന്നെ CPIM കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഒരു സമയത്ത്, ഒരു കാലത്ത്, അതായത് രാമങ്കരിയിൽ തന്നെ CPIMന്റെ മുഖമായിരുന്ന വ്യക്തിയാണ് മുൻ ഏരിയ കമ്മിറ്റി ഏരിയ സെന്റർ അംഗം കൂടിയായിട്ടുള്ള രാജേന്ദ്രകുമാർ. ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനൊപ്പം SFI കാലയളവിൽ തന്നെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളാണ് രാജേന്ദ്രകുമാർ. അങ്ങനെയുള്ള രാജേന്ദ്രകുമാർ പെട്ടെന്ന് വിമതപക്ഷത്തെത്തുന്നു, വിഭാഗീയതയുടെ ഭാഗമായി വിമതപക്ഷത്തെത്തുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് 300 പാർട്ടി മെമ്പർമാർ പാർട്ടി വിടാൻ കാരണക്കാരനായത്, അതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്രകുമാറിന് ആണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ വേണ്ടി DCCയുമായി ചേർന്ന്, കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ വേണ്ടി ഇന്ന് പഞ്ചായത്തിലെ 9 CPIM അംഗങ്ങളിൽ 4 അംഗങ്ങളും കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അങ്ങനെ രാജേന്ദ്രകുമാറിനെ രാജിവെക്കേണ്ടി വന്നു. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനെ പുറത്താക്കുന്ന അടിയന്തര പ്രമേയവും പാസ്സായി. അങ്ങനെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലാതെ ഭരണം തന്നെ അവിടെ CPIMന് നഷ്ടപ്പെട്ടു. ഇനി 2 ആഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത ഭരണസമിതി വരും. അപ്പോൾ ഈ 1.5 വർഷം ഇനി നീളുന്ന 1.5 വർഷം അവശേഷിക്കുന്ന ഭരണം ആർക്ക് കൊടുക്കും? അത് കോൺഗ്രസിന് തന്നെ കൊടുക്കേണ്ടി വരും. നിലവിലത്തെ ധാരണ പ്രകാരം കോൺഗ്രസിന് തന്നെ 1.5 വർഷം കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയപരമായി CPIM അതിനെന്ത് മറുപടി നൽകും? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇടപെട്ട ഒരു വിഷയത്തിൽ ഈ രീതിയിൽ
അതിൽ അവസാനിക്കേണ്ടി വന്നതിൽ എന്ത് തരത്തിലുള്ള നടപടികൾ ഈ 4 അംഗങ്ങൾക്കെതിരെ ഉണ്ടാകും? അതിന് കാരണം കാണിക്കൽ നോട്ടീസ് 4 അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നേരത്തെ തന്നെ നാസർ, ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം യോഗങ്ങൾ ചേർന്ന് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം നടപ്പിലാക്കണമെന്നുള്ളൊരു ചർച്ച നടന്നതായിട്ടുള്ള വിവരങ്ങൾ വരെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും കുട്ടനാട്ടിൽ പാർട്ടി പ്രതിരോധം, അവർക്കുണ്ടായ പ്രതിരോധത്തെ മറികടക്കുക എന്നാണ് വരുന്ന ദിവസങ്ങളിൽ നോക്കി കാണേണ്ടത്. ഗോപികൃഷ്ണൻ. ശരി മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG പ്രതീഷുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നത്തെ ഈ മഴ മുന്നറിയിപ്പ് എന്താണ്? ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്? ഈ അലേർട്ടുകൾ എവിടെയൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഗോപി, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് ഒരു ജില്ലകൾക്കും നൽകിയിരുന്നില്ല. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പറയുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ജില്ലകളിൽ കൂടുതലായി മഴ ലഭിക്കുന്നത്. മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗോപി. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധം തുടരവേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, എല്ലായിടങ്ങളിലും ഈ സമരം കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലായിരിക്കുമല്ലോ മന്ത്രിയുടെ ചർച്ചയ്ക്കുള്ള ക്ഷണം. വിവരങ്ങൾ എന്താണ്? ഗോപി, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടുമായി നേരത്തെ ഗതാഗത വകുപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ യൂണിയനുകളും സമരം ശക്തമാക്കി. പക്ഷേ ഈ സമരം പൊതു ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതോടുകൂടിയാണ് സർക്കാരും ഇപ്പോൾ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നേരത്തെ സെക്രട്ടേറിയറ്റിലടക്കം സമരം വ്യാപിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു സമവായ നീക്കവുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച നടത്തുന്നത്. നേരത്തെ ഈ സമരത്തിന് പിന്നാലെ ചില ഇളവുകൾ ഈ ഗതാഗത പരിഷ്കരണത്തിൽ സർക്കാർ മുന്നോട്ട് വച്ചുവെങ്കിലും അതിൽ ഈ സംഘടനകൾ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. ടെസ്റ്റിനെത്തിയ ആളുകളെ അടക്കം തടയുന്ന ഒരു നിലപാടിലേക്കും സമര രീതിയിലേക്കും ഈ സംഘടനകൾ പോയിരുന്നു. സർക്കാർ അനുകൂല സംഘടനയായ CITU അടക്കം ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോയതോടുകൂടിയാണ് ഈ സമരം അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും അവരുടെ ആവശ്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വയ്ക്കും. ഇതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കമാണ് നടത്തുന്നതെങ്കിലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശക്തമായൊരു നിലപാട് സർക്കാർ മയപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ നിരവധി ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ സമരവുമായി മുന്നോട്ട് പോയാൽ അത് വലിയ. ശരി, നാളെ വൈകിട്ട് 3 മണിക്കാണ് മന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ചർച്ച. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അഭിഭാഷകരെ ഇവർക്ക് കൊടുക്കാറുണ്ട്, നിയമോപദേശം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്ത് നമ്മളെയൊക്കെ അപമാന ഭാരം കൊണ്ട് തല കുനിച്ച് നിർത്തുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായത്. ഇതൊന്നും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത് കേട്ടിട്ട് നമ്മളെ മാനസികമായി നമ്മൾ പോലും തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിൽ. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലം ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അറിയാവുന്ന കുട്ടിയാണ്, പിതാവിനെ അറിയാവുന്നതാണ്, സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഒരു കാരണവശാൽ പോലീസിന് എന്താ പറ്റിയത്? പോലീസ് ആരുടെ കൂടെയാണ്? ഇരകളുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ എന്ന് സംശയിക്കുക. ഉണ്ടായിസം തോന്നിവാസം. ഇന്നലെ ആലുവയിൽ ഒരു വീട് ആളുകൾ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നതിന് ശേഷം അവിടുത്തെ ഒരു പയ്യൻ മാത്രം ഉണ്ടായുള്ളൂ. അയാളെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇവരെ ആരെയും അന്വേഷിക്കാൻ പോകുന്നില്ല. അവൻ അവിടെ 3/4 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ, ആലുവ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് വീണ്ടും വന്ന് അതേ ഗുണ്ടകൾ വന്ന് വീട് രണ്ടാമതും ആക്രമിക്കുകയാണ്. മുഴുവൻ ചില്ലുകളും തല്ലി തകർക്കുകയാണ്.
പോലീസ് ഇങ്ങനെയാകുമ്പോൾ വ്യാപകമായി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഗുണ്ടാ സംഘങ്ങൾ, ലഹരിമരുന്ന് ഉപയോഗത്തിന്റെ ആളുകൾ, ഇതെല്ലാം വർദ്ധിക്കുകയാണ്. നിസ്സംഗരായി നിൽക്കുകയാണ് പോലീസ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെട്ടു. നമ്മളിത് നേരത്തെ ഉന്നയിച്ച സംഭവമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ? ആരാണ് അവരെ സ്വാധീനിക്കുന്നത്? ഈ പറയുന്ന അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുകയാണ് പല സ്ഥലത്തും. ആ സംരക്ഷണമാണ് തിരുവനന്തപുരത്തൊക്കെ നടന്ന ക്രൂരമായ ഗുണ്ടാക്രമണം, ഞെട്ടിക്കുന്ന ഗുണ്ടാക്രമണം. നമുക്ക് ആളുകൾ പുറത്തേക്ക് പോകാൻ ഭയപ്പെടുന്ന തരത്തിലേക്ക് കേരളം മാറുകയാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഈ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് നടപടിയെടുക്കണം, ശ്രദ്ധ വേണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉള്ളപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി, പോയി കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് സ്ഥിതി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് പന്തീരങ്കാവിൽ നവവധു പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലാണ്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് വീഴ്ചയുണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വേട്ടക്കാർക്കൊപ്പമാണോ ഇരകൾക്കൊപ്പമാണോ നിൽക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണം, പഠിക്കാൻ സീറ്റില്ലാതെ തള്ളിക്കൊണ്ടു പോകുന്ന രീതി കുറെയായെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്, എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റുമോ? നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. പഠിക്കാൻ സീറ്റില്ലാതെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോകൽ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഈ നിസ്സംഗ ഭാവം ഗവൺമെൻറ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ കാര്യങ്ങളൊന്ന് നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു. അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം. സമരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമായിരിക്കില്ല, എല്ലാവരും ഉണ്ടാവും. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിനുള്ളതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് +1 സീറ്റിന്റെ കാര്യത്തിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല, മറ്റു ചില പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട്, ആ കാര്യങ്ങൾ വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ചിലർ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ. അതിനുള്ള പ്രതികരണമാണല്ലോ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും അതാണ് നമ്മൾ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുകയും ചെയ്തത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലാതെ ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ള വലിയ പ്രതിസന്ധി ഇല്ല എന്നാണല്ലോ സർക്കാർ അല്ലെങ്കിൽ മന്ത്രി പറയുന്നത് എന്നതായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടുള്ളത്. അതായത് ഈ മന്ത്രി പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അത് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തവുമാണ്. ഈ പശ്ചാത്തലത്തിൽ മന്ത്രി ഈ പറയുന്നത് വളരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് സമമാണ്. ആയിരക്കണക്കിന് സീറ്റുകളാണ് ഇപ്പോൾ കുറവുള്ളത്. മന്ത്രിയുടെ പ്രസ്താവന ഒട്ടും ന്യായമല്ല. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതും മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗിന്റെ. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണം എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് ഇവിടെ പൂർത്തിയാവുകയാണ്.